നമസ്കാരം കൂട്ടുകാരെ, ദീപ്തിസ് ലിറ്റിൽ വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു നാടൻ വിഭവമായ മത്തങ്ങ പയർ എരിശ്ശേരിയുടെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കറിയാണിത്. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. എരിശ്ശേരി തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു മൺചട്ടിയിലേക്ക് കുറച്ച് മത്തങ്ങ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു പച്ചമുളക് നടുകെ പിളർന്നത്, ഒരൽപ്പം മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ ഒരു 1/2 ടേബിൾ സ്പൂണോളം കാശ്മീരി ചില്ലി പൗഡർ, ആവശ്യത്തിന് ഉപ്പ്, അതോടൊപ്പം തന്നെ കുറച്ച് കറിവേപ്പിലയും ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിന് ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കിത് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. അതേസമയം തന്നെ നമുക്ക് ഉണക്കപ്പയറും വേവിച്ചെടുക്കാം. ഞാൻ കുക്കറിലേക്ക് ഉണക്കപ്പയർ തലേദിവസം വെള്ളത്തിലിട്ട് കുതിർത്തതാണ്. അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉണക്കപ്പയർ വേവിക്കുമ്പോൾ എപ്പോഴും പയറിന് മുകളിൽ വെള്ളം നിൽക്കുന്ന രീതിയിൽ വേണം വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഈ പയറിന് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. മത്തങ്ങയിൽ നമ്മൾ ഉപ്പ് വേറെ ചേർത്തിട്ടുണ്ട്. അതുകൊണ്ട് പയർ വേവാൻ ആവശ്യമായ ഉപ്പാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ടിത് മൂടി വെച്ച് വേവിക്കാം. മത്തങ്ങയും പയറും വെന്ത് വന്നിട്ടുണ്ട്. ഇനി രണ്ടും കൂടി ഒരൊറ്റ പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തതിന് ശേഷം നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. മത്തങ്ങയും പയറും ഒന്ന് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുത്ത് നമുക്കത് ഒരുമിച്ച് യോജിപ്പിച്ചെടുക്കാം. ഇതേ സമയം തന്നെ ഒരു മിക്സിയുടെ ജാറിലേക്ക് അരപ്പ് തയ്യാറാക്കാൻ ആവശ്യമായ നാളികേരം, അതോടൊപ്പം തന്നെ ചെറിയ ജീരകം കുറച്ച്, അതുപോലെ 2 പച്ചമുളക്, അതോടുകൂടി തന്നെ അതിനാവശ്യമായ ഒരു 4-5 അല്ലി ചെറിയ ഉള്ളി ഇവ ചേർത്ത് നന്നായി ഒന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ ഇവിടെ മത്തങ്ങയും പയറുമൊക്കെ നന്നായിട്ടൊന്ന് യോജിച്ച് വന്നിട്ടുണ്ട്. ഇനി ഈ തയ്യാറാക്കി വെച്ചിരിക്കുന്ന അരപ്പ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഒരു കയ്യിൽ ഉപയോഗിച്ച് ഇതിനെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇതിലേക്ക് അരപ്പ് ചേർത്ത ശേഷം പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത് നന്നായിട്ട് തിളച്ച് പൊങ്ങി വരാൻ പാടില്ല. അരപ്പ് ഒരുപാട് തിളപ്പിക്കരുത്. ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് തന്നെ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്ക് കടുക് താളിച്ച് ചേർക്കേണ്ടതുണ്ട്. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ചട്ടി അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണ ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഉണക്കമുളക് ഉണ്ടെങ്കിൽ ഉണക്കമുളക് 3-4 എണ്ണം ചേർത്ത് കൊടുക്കുന്നത് വളരെ നല്ലതാണ്. അതോടൊപ്പം തന്നെ വേപ്പില ചേർത്ത് കൊടുക്കാം. ഇതോടുകൂടി ഇതിലേക്ക് ഒരൽപ്പം നാളികേരം നമുക്ക് ചേർത്ത് കൊടുക്കാനുണ്ട്. അതുകൊണ്ട് കുറച്ച് നാളികേരം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരു പിടി നാളികേരം ചേർത്തിട്ട് ഇത് നന്നായിട്ടൊരു ബ്രൗൺ നിറമാകുന്നത് വരെ ഒന്ന് വറുത്തെടുക്കേണ്ടതുണ്ട്. ഇതിപ്പോൾ ഇവിടെ ഏകദേശം ഒരു ബ്രൗൺ നിറം ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് നമുക്ക് ഇനി ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം നമ്മുടെ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ചിലർ ഈ സമയത്ത് ഇതിലേക്ക് ഒരൽപ്പം മുളക് പൊടി ചേർത്ത് കൊടുക്കാറുണ്ട്. ഞാനിവിടെ ചേർത്തിട്ടില്ല. ഇനി ഈ വറവ് നമുക്ക് ഈ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒന്നാണ് ഈ മത്തങ്ങ പയർ എരിശ്ശേരി. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം, അഭിപ്രായം പറയണം. അപ്പോൾ അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം. ബൈ ബൈ.